വ്യത്യസ്ത ലുക്കിലുള്ള ഫോട്ടോയും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. പലപ്പോഴും ഇത്തരം വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും രേണു നേരിടാറുണ്ട്. എന്നാൽ ഈ വിമർശനങ്ങളിൽ ഒന്നും തളരാതെ മോഡലിംഗ് രംഗത്ത് ചുവടുവയ്ക്കുകയാണ് രേണു. ഫാഷൻ ഷോയിൽ റാംവാക്ക് നടത്തുന്ന രേണുവിന്റെ വീഡിയോയും ചിത്രങ്ങളും വൈറലാകാറുമുണ്ട്. രേണു സുധി മോഡലിംഗ് രംഗത്ത് സജീവമായതും ഫാഷൻ ഷോകളിൽ സ്ഥിര സാന്നിധ്യമായി മാറിയതും ലിബ്ര മോഡലിംഗ് ഇന്ത്യക്ക് വേണ്ടി റാമ്പിൽ ഇറങ്ങി തുടങ്ങിയ ശേഷമാണ്. ആദ്യമായി അതീവ ഗ്ലാമറസ് ലുക്കിൽ രേണു റാമ്പിലെത്തിയതും ലിബ്ര മോഡലിംഗ് ഇന്ത്യ ജൂലൈയിൽ നടത്തിയ ഒരു ഫാഷൻ ഷോയിൽ ഷോ സ്റ്റോപ്പറായി പങ്കെടുത്തുകൊണ്ടായിരുന്നു. അന്ന് റാംവാക്കിന്റെ വീഡിയോ വൈറലായപ്പോൾ അഭിനന്ദിച്ചും വിമർശിച്ചും എല്ലാം കമന്റുകൾ രേണുവിന് ലഭിച്ചിരുന്നു. കസവ് മുണ്ടെടുത്ത് മലയാള തനിമയിലാണ് രേണു റാമ്പിൽ ചുവടുവെച്ചത്. കസവ് ബ്രാലറ്റ് ബ്ലൗസാണ് മുണ്ടിനൊപ്പം ധരിച്ചിരുന്നത്. വസ്ത്രത്തിനൊപ്പം ട്രഡീഷണൽ ആഭരണങ്ങളും സ്റ്റൈൽ ചെയ്തിരുന്നു. ചുവപ്പ് കുപ്പിവളകളാണ് അണിഞ്ഞിരുന്നത്. വേവി ഹെയർ സ്റ്റൈലായിരുന്നു. ലിപ്സ്റ്റിക്കും മസ്കാരയും ഉപയോഗിച്ചിരുന്നു. ഹെവി മേക്കപ്പ് ആയിരുന്നു. നേവൽ എക്സ്പോസ് ചെയ്തുള്ള വസ്ത്രമായിരുന്നു എന്നതുകൊണ്ട് തന്നെ റാംവാക്കിന്റെ വീഡിയോ വൈറലായപ്പോൾ വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു രേണുവിന്. കൊല്ലം സുധിയെ ഓർക്കുമ്പോൾ വിഷമമുണ്ടെന്ന രീതിയിലായിരുന്നു വിമർശിച്ചു വന്ന കമന്റുകൾ. വിധവയായ സ്ത്രീ ഗ്ലാമറസ് ആയി വസ്ത്രം ധരിക്കുന്നതിനെ ചോദ്യം ചെയ്തായിരുന്നു അന്ന് വിമർശിച്ചു വന്ന കമന്റുകൾ ഏറെയും. ഇപ്പോഴിതാ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഫാഷൻ ഷോയുമായും രേണുവുമായും ബന്ധപ്പെടുത്തി പുതിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. കമ്പനി നിശ്ചയിച്ചിരുന്ന വസ്ത്രമായിരുന്നില്ല രേണു അന്ന് ധരിച്ചിരുന്നത്. എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രം വേണമെന്ന് രേണു ആവശ്യപ്പെട്ടു. അത് പ്രകാരമാണ് അത്തരത്തിലൊരു വസ്ത്രം കമ്പനി നൽകിയതെന്നും ഫാഷൻ ഷോയുടെ ഭാഗമായ വ്യക്തി ആരോപിച്ചു. രേണുവിനെ ബെസ്റ്റ് മോഡലായി തെരഞ്ഞെടുത്തതിന് എതിരെയും അയാൾ പ്രതികരിച്ചു. ഒരു പേജന്റ് പോലും അറ്റൻഡ് ചെയ്യാത്ത രേണു എങ്ങനെയാണ് ബെസ്റ്റ് മോഡലായി എന്നത് ഫാഷൻ ഷോയിൽ ഭാഗമായി ഇയാൾ ചോദിച്ചത്. അന്ന് നടന്ന പരിപാടിയിൽ രേണു സുധിക്ക് ബെസ്റ്റ് മോഡലുള്ള അവാർഡ് കൊടുത്തു. അതുകൊണ്ട് ബെസ്റ്റ് മോഡലുള്ള അവാർഡ് കിട്ടി. ഒരു പേജന്റ് പോലും അറ്റൻഡ് ചെയ്യാത്ത ആളാണല്ലോ രേണു സുധി. പിന്നെ എങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കും? അതിനുള്ള കാരണം എന്താണ്? ലിബ്ര മോഡലിംഗ് കമ്പനിയുടെ സിഇഒയോട് ചോദിച്ചു നോക്കിയാൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുമെന്നും അയാൾ പറഞ്ഞു. ഫാഷൻ ഷോകളിൽ അടക്കം സ്ഥിര സാന്നിധ്യമായ ശേഷമാണ് രേണുവിന് ബിഗ് ബോസിലേക്ക് അവസരം തുറന്നു കിട്ടിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 30 ദിവസത്തോളം രേണു സർവൈവ് ചെയ്തു. ഇന്ന് വിദേശത്തും സ്വദേശത്തുമായി കൈനിറയെ പ്രോഗ്രാമുകളാണ് രേണുവിന്. 500 രൂപയ്ക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നിരുന്ന രേണുവിന് ഇന്ന് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ട്.